الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കണ്ടറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഫുകളിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. പിറകിലിരിക്കുന്ന ആളുകൾ സഫ് മുഴുവനാക്കിയാൽ നന്നായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകൾ സഫിലേക്ക് കയറിയത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും മറ്റു ചില മാസങ്ങളെക്കാളും ദിവസങ്ങളെക്കാളും സമയത്തെക്കാളും പവിത്രത നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നിനാണോ പവിത്രത നൽകിയിട്ടുള്ളത് എങ്കിൽ അതിനെ അതുപോലെ കാണുവാനും അത് അംഗീകരിക്കുവാനും വിശ്വാസികളായ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇസ്ലാമിക കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ ശഅബാൻ മാസത്തിലാണ്.
വളരെ ആവേശത്തോടുകൂടിയും വളരെ ആഹ്ലാദത്തോടുകൂടിയും നമ്മൾ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമദാനിലേക്ക് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അതിനെ സ്വീകരിക്കാൻ പോവുകയാണ്. എന്നാൽ മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ശഅബാൻ മാസത്തിനെ സംബന്ധിച്ച് ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ അറിയേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിട്ടുള്ള മാസം എന്നുള്ളത് ശഅബാൻ മാസത്തിലാണ് എന്നുള്ളത് മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസവും നബിയെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു മറുപടിയുണ്ട്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ദാലിക ശഹ്റുൻ യഗ്ഫുറു الناس عنه ബൈന റജബിൻ വ റമദാൻ. റജബിലും റമദാനിലും ഇടയ്ക്കുള്ള ആ മാസമുണ്ടല്ലോ, ശഅബാൻ മാസമുണ്ടല്ലോ, ആ മാസത്തിൽ ആളുകൾ അശ്രദ്ധരായിരുന്ന മാസമാണ്. ഒരു അശ്രദ്ധയില്ലാതെ, ഒരു ശ്രദ്ധ കൊടുക്കാതെ ജനങ്ങൾ ഒഴിവാക്കി കളയുന്ന മാസമാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ? വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അതാകട്ടെ അല്ലാഹുവിന്റെ പക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഉഹിബ്ബു അൻ യുർഫഅ അലൈഹി വ അന സ്വായിം. ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. അശ്രദ്ധരല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ വലിയ പുതുക്കത്തിലും ആവേശത്തിലുമായിരിക്കാം റമദാനിനെ സ്വീകരിക്കാൻ. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അധ്വാനിച്ച, പ്രവർത്തിച്ച, നോമ്പ് എടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ഈ മാസം എത്ര നോമ്പ് നമുക്ക് എടുക്കാൻ സാധ്യമായിട്ടുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ. റമദാനിലല്ലാതെ മറ്റൊരു മാസത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ, ആ റമദാൻ കഴിഞ്ഞാൽ, വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ആ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് പ്രിയപ്പെട്ടവരെ ശഅബാൻ മാസത്തിലായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ റമദാനിൽ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ കൊണ്ടോ കാരണം കൊണ്ടോ ഒരു പക്ഷേ ഒരുപാട് നോമ്പുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ നോമ്പുകളെല്ലാം പ്രത്യേകമായി എടുത്തുവിട്ടേണ്ടത് ഈ ശഅബാനിലാണ്. നമ്മൾ ശ്രദ്ധിക്കുക. മഹാന്മാരായ കൊണ്ടുള്ള സ്വഹാബത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. നോമ്പെടുത്ത് വീട്ടാൻ കഴിയാത്ത ആളുകൾ അവരെന്ത് ചെയ്യണം? ഒരു ഫിദിയ എന്ന നിലയ്ക്ക് ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അവർ ആ കർമ്മം എടുത്തു വീട്ടണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വരുന്നതിന്റെ മുമ്പ് ശഅബാനിൽ
അമലുകൾ ചെയ്യാൻ, നോമ്പെടുക്കുവാൻ, ഏതൊക്കെ നിലക്കും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കുന്നതിന്റെ മുമ്പ് ഈ ശഅബാനിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പരിശുദ്ധ ദീൻ ഇസ്ലാം ദീൻ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നമുക്ക് സ്വർഗ്ഗപ്രവേശനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ ശഅബാൻ 15 പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബറാഅത്ത് നോമ്പ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു നോമ്പ് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ചിന്തിക്കുന്ന വിഷയം എന്തായിരിക്കും? അതൊരു നോമ്പല്ലേ, അതിന് ഇത്ര വലിയ തെറ്റുണ്ടോ? നല്ല കർമ്മമല്ലേ, ചെയ്യാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ രാവിൽ പ്രത്യേകമായി കൊണ്ട് 3 തവണ യാസീൻ ഓതുന്നു, അതുപോലെ തന്നെ പ്രത്യേകമായി നമസ്കരിക്കുന്നു, പ്രത്യേകമായി മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി, പോളിഷയുണ്ടാക്കി, നിക്കറുകൾ ഉണ്ടാക്കി അത് ചൊല്ലി നിർവഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലതല്ലേ എന്ന് കരുതിയിട്ട്, നന്മയല്ലേ എന്ന് കരുതിയിട്ട് ചെയ്തുണ്ടാക്കുമ്പോ നാളെ പരലോകമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന. നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞ്, നല്ലതല്ലേ എന്ന് കരുതി കഴിഞ്ഞ് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയതായി കൊണ്ടുള്ള കാര്യം ഉണ്ടാക്കിയാൽ അതൊരു യാസീനല്ലേ, അതൊരു സൂറത്തല്ലേ, അതൊരു പ്രാർത്ഥനയല്ലേ, അതൊരു ദിക്റല്ലേ എന്ന് കരുതി മതത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ കാണിച്ചുവെന്നാണ് അവൻ പറയുന്നത്. പുത്തനാചാരം നിർമ്മിക്കുന്ന, പുതിയതായി കൊണ്ട് ദീനിൽ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് ഈ രൂപത്തിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ കാണിച്ചുവെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഓതുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ഇതാ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്നും നിങ്ങൾ അതിലേക്ക് കൂട്ടുവാനോ കുറക്കുവാനോ ഇല്ല. നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രകാരം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇനി ഒന്നും കൂട്ടുവാനില്ല, ഒന്നും കുറക്കുവാനില്ല. ഈ ഒരു വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് നാളെ രക്ഷയുള്ളൂ. ഈ വിശ്വാസമില്ലാതെ നല്ലതല്ലേ എന്ന് കരുതി ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് വരുന്നത് വമ്പിച്ച നഷ്ടമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബിദ്അത്തിന്റെ മേഖലകളിൽ സജീവമാകുന്ന ആളുകൾ എന്നാൽ സുന്നത്തിന്റെ വിഷയത്തിൽ അവർ എത്രയോ പിറകോട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ റജബ് മാസത്തിൽ മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ ഒരു നോമ്പ് ബിദ്അത്താണ്. ആര് പഠിപ്പിച്ചു? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ശഅബാനിലേക്ക് കടന്നപ്പോൾ ഒരു ബറാഅത്ത് നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് നോമ്പ് നോക്കാം. അതുപോലെ തന്നെ മുഹറം 9, 10 നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അറഫ നോമ്പ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എല്ലാ മാസത്തിലെ അയ്യാമുൽ ബീദ് 13, 14, 15 നമുക്ക് നോമ്പ് നോക്കാം. ഇതാരാ നോക്കാറുള്ളത്? ഇതിനാരുമില്ല. എന്നാൽ ഈ ബിദ്അത്തിന്റെ മേഖലകളിൽ ആളുകൾ സജീവമാകുന്നു. അന്ന് പ്രത്യേകമായ ആവേശം, അന്ന് പ്രത്യേകമായ ഒരു താല്പര്യം, അന്ന് പ്രത്യേകമായ ഒരു ഭക്ഷണ രീതികൾ, സംഭാവന രീതികൾ,
പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിഷയം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അത് നരകത്തിലേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ശഅബാൻ 15ന്റെ രാവിൽ ആളുകൾ ചെയ്യുന്ന മറ്റൊരു വിധത്തിനറിയോ, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ. വലിയ പോരിശയിൽ എന്ന് കരുതി ചെയ്യുകയാണ്. എത്ര തവണ? 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നന്മയാണ്, പ്രതിഫലമാണ്. ഒരു ഹർഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം 10 ഇരട്ടിയാണെങ്കിൽ അലിഫ് ലാം മീം എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്താൽ 30 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. എന്നാൽ ശഅബാൻ 15ന്റെ രാവിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ ഒരു രൂപത്തിൽ പാരായണം ചെയ്ത വ്യക്തിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസിനോട് വിരോധമുള്ളത് കൊണ്ടാണ് അല്ലട്ടോ. ഖുർആൻ പാരായണം തെറ്റായതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ആ ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഉണ്ടാകണം, അത് പ്രവർത്തനത്തിൽ ഉണ്ടാകണം, അത് കർമ്മത്തിൽ ഉണ്ടാകണം. ആ സൂക്ഷ്മത ഇല്ലെങ്കിൽ നാളെ പരലോകം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ ശഅബാൻ 15ന്റെ രാവിലെ 6 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾ, നമസ്കാരം നമുക്ക് അനുവദനീയമാണ്, നമുക്ക് നമസ്കരിക്കാം. എന്നാൽ ശഅബാൻ 15ന്റെ രാവിലെ പ്രത്യേകമായ നമസ്കാരം നിർവഹിക്കുന്നതുകൊണ്ട് ഒരു പ്രതിഫലവും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് കിട്ടുന്നില്ല. ബിദ്അത്തായ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബിദ്അത്തായ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഏത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉണ്ടായിരിക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് രക്ഷയുള്ളൂ എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ദീനിലില്ലാത്ത പുതിയതായി കൊണ്ടുള്ള ഒരു കർമ്മം ആര് കൊണ്ടുവന്നാലും അതിനെ തള്ളേണ്ടതാണ്, അതിനെ ഒഴിവാക്കേണ്ടതാണ് എന്ന്. അവിടെ പിന്നെ ഒരു യാസീനല്ലേ, ഒരു ഫാത്തിഹയല്ലേ, ഒരു ദിക്റല്ലേ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ ഇന്ന് ബിദ്അത്തിന്റെ മേഖലകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മരണ വീടുകളിൽ ഇന്ന് ബിദ്അത്തിന്റെ അവസ്ഥകൾ ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് വസീയത്ത് ചെയ്ത് വെക്കേണ്ടതുണ്ട്. എന്താ വസീയത്ത് എന്നറിയോ? മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഉമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ വസീയത്ത് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചവരാണ്. ഇന്നതിന്ന ആൾക്ക് എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിലും അതിനപ്പുറം പറയപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അല്ലേ? മയ്യത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫാത്തിഹ അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കൊണ്ടുപോയിട്ടുണ്ട്, പേരക്കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എവിടെയെങ്കിലും വെച്ച് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അത് ചെയ്യാമായിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമസ്കാര ശേഷം നമ്മുടെ പള്ളികളിലൊക്കെ സജീവമായി നടക്കുന്ന കൂട്ടപ്രാർത്ഥനയുണ്ട്.
ഇത് പറയുമ്പോ ചില ആളുകൾ സാധാരണക്കാരെ മനസ്സിലാക്കുന്നുണ്ടോ, ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഇവർക്ക് ഇഷ്ടമില്ലല്ലോ, താല്പര്യമില്ലല്ലോ എന്ന് അങ്ങനെ കരുതരുത്. എന്താ ചെയ്യാത്തതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ആ രൂപത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളും കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭമാണ് അല്ലേ? എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിന്റെ ദിവസങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുക. എത്ര അമലുകളാണ് നമ്മൾ നേടിയെടുത്തത്? ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഈ രൂപത്തിലുള്ള വിദഗ്ധർക്ക് കടന്നു വരാനുള്ള ഒരു കാരണം പിശാചിന്റെ വലിയ ഒരു ഇടപെടൽ എപ്പോഴും ഉണ്ടാകും. പിശാച് ആരെയാണ് പഠിപ്പിക്കപ്പെട്ടവരെ? നല്ല ആളുകളെയാണ് പിശാച് പഠിപ്പിക്കുക. മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, കളവ് പറയുന്ന, മോഷണം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ ഓൾറെഡി അവന്റെ കൂട്ടാളിയാണ്. എന്നാൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ഇടപെടും. ദീനിനെ പരിപൂർണമായി കൊണ്ടുപോകുന്നവരെ കൊണ്ട് വിദഗ്ധ ചെയ്യിക്കാൻ പിശാച് പണിപ്പെടും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ പിശാചിന്റെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനീ, എന്റെ രക്ഷിതാവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, അവർക്ക് ഞാൻ അനിസ്ലാമികമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഞാൻ അലങ്കൃതമായി കൊണ്ട് കാണിച്ചു കൊടുക്കും. തെറ്റായ, മോശമായ, മ്ലേച്ഛമായ, നിഷിദ്ധമായ കാര്യങ്ങളെ അവർക്ക് ഞാൻ നല്ല മോഡിഫിക്കേഷൻ ആയിക്കൊണ്ട്, നല്ല ഡെക്കറേഷനായി, അലങ്കാരമായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അവരെ മുഴുവനും ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും. ഇത് പിശാച് അല്ലാഹു പറഞ്ഞത്. ആ ഡ്യൂട്ടി ഖിയാമത്ത് നാൾ വരെ അവൻ കൃത്യമായി കൊണ്ട് നിർവഹിക്കും. നമ്മുടെ ഭാഗ്യം എന്താ? പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. സുബഹി നമസ്കാരത്തിന് വേണ്ടി കിടപ്പറയിൽ നിന്ന് പുറത്തു മാറ്റി എണീക്കുമ്പോ കുറച്ചുകൂടി ഒന്ന് കിടക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിശാചിന്റെ പണിയാണ്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ, അതേ കിടപ്പറകളിൽ നിന്ന് തങ്ങളുടെ ശരീരത്തെ പൊറിച്ചു കൊണ്ടുപോകുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കാൻ, ബിദ്അത്തിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ പിശാച് നന്നായി ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളെ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്നുള്ളത്, അല്ലേ? അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണം. ഏത് സന്ദർഭത്തിലും എങ്ങനെയും അവൻ നമ്മളെ പിഴപ്പിക്കാം. അതുകൊണ്ട് ഒരു ആത്മവിചിന്തന കൃത്യമായി കൊണ്ട് ഈ ശഅബാൻ മാസത്തിലൂടെ നമ്മൾ നടത്തുകയും പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ സജീവമാവുകയും വിദഗ്ധത്തിന്റെ മേഖലകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي نستعين بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്
അവരെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിതരണത്തിന്റെ മേഖലകൾ സജീവമാകുമ്പോൾ എന്താണ് വിതരണത്തിലും എന്തെല്ലാമാണ് സുന്നത്തുകളെന്നും കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദറിൽ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിർണയത്തിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മത പുരോഹിതന്മാർ പറഞ്ഞ് ആ ഒരു പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് ബറാഅത്ത് രാവിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന രൂപത്തിൽ പോലും പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്ന് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നിർവഹിക്കേണ്ടത്. കാരണം ഒരുപാട് ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമായ വിഭാഗക്കാരിങ്ങനെ കൂടി വരുമ്പോൾ പടച്ചോനെ ഏതാണ് ഹക്ക് എന്നറിയാതെ നക്കം തിരിയേണ്ടി വരുന്ന ഒരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ദീൻ കൃത്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമ്മളോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ വളരെ ഇമ്പോർട്ടന്റോടുകൂടി പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്ന മത്സരമാണ്. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളാണ്, അല്ലെ? ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. എന്തിനാണ്? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ. നമുക്കറിയാം കർമ്മങ്ങളില്ലെങ്കിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന്. അല്ലാഹു പറഞ്ഞാലോ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ വിശ്വാസിയായി കൊണ്ട് അതിനു വേണ്ടി പരിശ്രമിച്ചുവോ, നന്നായി അധ്വാനിക്കേണ്ടി വരും, നന്നായി പരിശ്രമിക്കേണ്ടി വരും. കാലവേദന ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് നമസ്കരിച്ചാൽ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുത്ത് കൂലിയാണ് പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായി പ്രയാസത്തിലാണ്, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഇടങ്ങറാണ്, ഒരു ദിവസം അങ്ങ് തള്ളിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും തന്റെ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുള്ള കാര്യങ്ങൾ. നന്നായി അധ്വാനിക്കുക. എങ്ങനെ? വിശ്വാസിയായിക്കൊണ്ട് കറകളഞ്ഞ വിശ്വാസം ഉണ്ടാകണം. ആളുകളെ സഹായിക്കുമ്പോ, പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളെ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ ആര് ഭയപ്പെടണം? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങൾ അത് കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് പരലോകം നമുക്ക് രക്ഷയായി നാളെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നൽകിയ ആരോഗ്യവും സമയവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ നമ്മൾ ചെലവഴിക്കുക. മരണം എന്നുള്ള വാസ്തവം നമ്മൾ പിടികൂടുമോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും സാധ്യമല്ല. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ സജീവമായി എല്ലാ കർമ്മങ്ങളിലും ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. എല്ലാ വിജ്ഞാന സദസ്സുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, തറാവീഹ് നമസ്കാരങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, ഇഫ്താർ സംഗമത്തിൽ സജീവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് ആരുടെ മണ്ണിൽ ഖബറിൽ കിടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും എന്നുള്ളതാണല്ലോ. എപ്പോ എവിടെ വെച്ച് എങ്ങനെ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വാടാനപ്പള്ളിയിൽ സ്ഥലത്തുള്ള പള്ളിക്ക് വേണ്ടി നമ്മൾ കളക്ഷൻ നടത്തിയിരുന്നു. അൽഹംദുലില്ലാഹ് നല്ല ഒരു സഹകരണം എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഓഫറുകളും ഒരുപാട് സംഭാവനകളും അവർക്ക് കിട്ടിയതായി അവർ സന്തോഷവും അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദിവസവും പെരുമ്പാവൂരിലുള്ള നമ്മുടെ സലഫി മസ്ജിദിന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവിടുത്തെ ആളുകൾ നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യമാണ്. ആ പള്ളിക്ക് അതിന്റെ പ്രവർത്തനത്തെ സഹായിക്കുവാൻ അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓരോന്നും പരലോകത്ത് നമുക്ക് ലഭിച്ച പ്രതിഫലമാണ്. ഞാൻ കൂടുതൽ അതിന്റെ ഫضലുകൾ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. എല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ വീട് നമ്മൾ എത്രത്തോളം നമ്മൾ മനോഹരമാക്കി പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ ഒരു ടൈലം നടകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനലിന്റെ ഒരു ചില്ല് പൊട്ടിയാൽ എത്ര മിനിറ്റുകൾ കൊണ്ടാണ് നമ്മളത് നേരാക്കാറുള്ളത്, നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം നമ്മുടെ വീട് അല്ലേ. എന്നാൽ നമ്മൾ ഇന്ന് നമ്മൾ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണോ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. ഇനി പ്രത്യേകമായി എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അവരതുമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുമായി കൊണ്ട് ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന എല്ലാ സമ്പത്തുകളും എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ, മുവഹ്ഹിദുകളുടെ കൂടെ നമ്മുടെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم